ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻവിഡിയയുടെ ഈഗിൾ ഐ എന്നുള്ള ഒരു AI ടൂളിനെ കുറിച്ചാണ്. അത് ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. എല്ലാവർക്കും തുടക്കത്തിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിലാണ് അവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു AI ടൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ക്ലാരിറ്റി പിക്ചേഴ്സും ടെക്സ്റ്റിന്റെയും കോമ്പിനേഷനിൽ കൂടെ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പം സാധാരണ ഇപ്പോഴത്തെ AI ടൂൾസ് ഒക്കെ ലോ ക്വാളിറ്റി ഇമേജസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതും ബ്ലർ ആയതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ഇത് എൻവിഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഇമേജസ് ഇത് അക്സെപ്റ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഇൻഫോർമേഷൻസും നമുക്ക് കിട്ടും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിത് ബിസിനസ്സിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയർ ഓഫ് ഷൂസ്, നമ്മുടെ ഫേവറേറ്റ് കളർ അല്ലെ ഫേവറേറ്റ് മോഡൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ നമുക്ക് ആ ടൈപ്പിലുള്ള കളറും ആ ടൈപ്പിലുള്ള പാറ്റേണുമായിട്ടുള്ള ഇത് നമ്മുടെ ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് കാർട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി സജഷൻസ് ആയിട്ട് അവർ തരും. അങ്ങനെ ഇത് ഒരുപാട് രീതിയിൽ ബിസിനസ് വൈസും പേഴ്സണൽ വൈസും ഗുണം ചെയ്യുന്ന ഒരു ടൂളാണ്. കാരണം ഇപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അതേപോലെ നമ്മുടെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ ഡോക്യുമെന്റ്സ്, ഫോംസ്, ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്കും അത് പോകും. അത് ഒരുപാട് പേപ്പർ ഡോക്യുമെന്റ് ഉള്ള എക്സാമ്പിൾ പറയല്ലേ, ഇൻഷുറൻസ് കമ്പനി, ബാങ്ക്, അവരൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അവർക്ക് അതിലെ ഫയലുകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യാനും ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനും കഴിയുന്ന നല്ലൊരു ടെക്നോളജിയാണ് എൻവിഡിയ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഇത് കൊടുത്ത് ഇതിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടാകാം ഒരുപക്ഷെ. കാരണം അവർക്കും ഡേറ്റ കളക്ട് ചെയ്യാനുള്ള അവരുടെ ഡാറ്റാബേസ് അത്രയും വൈഡൻ ആക്കാനുള്ള ഒരു ശ്രമം കൂടെയാണ് ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം. അതുവഴി എല്ലാവരും മാക്സിമം യൂസറിലേക്ക് ഇത് എത്തുകയും ഇതിന്റെ ഡാറ്റാബേസ് മാക്സിമം എക്സ്പാൻഡ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഉദ്ദേശവും അവർക്കുണ്ടാവും. പിന്നെ ഫ്യൂച്ചറിൽ മേ ബി അവര് അത് പ്രീമിയം പോലെ ചാർജ് ചെയ്യാനുള്ള ചാൻസും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഈ AI എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇപ്പം ChatGPT ആണെങ്കിലും ഈവൻ ഓപ്പൺ AI ChatGPTയുടെ അവര് പോലും ഫിനാൻഷ്യലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റുകൾ ഭയങ്കരമാണ്. പിന്നെ ഇതിന്റെ ഡാറ്റ സ്കെയിലിങ്ങിനും വേണ്ടിയൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇതിനു വേണ്ടി ചെലവാക്കുകയും തുടക്കം ഇത് ഡെവലപ്പിംഗ് സ്റ്റേജുകളായതുകൊണ്ട് തന്നെ ഇത് ഫിനാൻഷ്യലി പിടിച്ചു നിൽക്കാൻ പല ചെറിയ കമ്പനീസിനും നടക്കില്ല. വലിയ കമ്പനീസ് മാത്രമാണ് ഇത് കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പം എൻവിഡിയ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്, എൻവിഡിയ ഭയങ്കര ഒരു ഇനിഷ്യേറ്റീവാണ് ഇതിന്റെ പിന്നിലേക്ക് എടുത്തേക്കുന്നത്. കാരണം ഇതൊരു ഓപ്പൺ സോഴ്സ് ആയി കൊണ്ടുവരുന്നതിലൂടെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്താനും, പിന്നെ ഇത് ഈ മെഡിക്കൽ ഫീൽഡ്, ബയോമെഡിക്കൽ ഫീൽഡ്, അങ്ങനെ ഒരുപാട് ഫീൽഡുകളിലേക്ക് ഇത് എക്സ്പാൻഡ് ആവുകയാണ്. എസ്പെഷ്യലി പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡൊക്കെ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഏരിയയിലേക്ക് ഇത് കടന്നു ചെല്ലുന്നുണ്ട്. അപ്പം ഇത് തീർച്ചയായും ഒരു മേജർ ടൂളായി തന്നെ മാറാനുള്ള ChatGPT പോലെ തന്നെ മേജർ ഒരു ടൂളാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രസന്റ് AI ടൂൾസിനൊന്നും ഹൈ ക്വാളിറ്റി ഇമേജസ് അവർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ChatGPT 5 അല്ലെങ്കിൽ ഇതിലൊക്കെ നമ്മൾ ഓരോ ഇതിലേക്ക് കൂടി വരുമ്പോൾ, ഓരോ പുതിയ വേർഷൻ അല്ലെ 4 ഒക്കെ ഓരോ ഇതിലേക്ക് വരുമ്പം ഇത് അവര് കൂടുതൽ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തന്നെ തുടങ്ങും. പക്ഷെ എൻവിഡിയയുടെ ഭാഗത്തു നിന്ന് ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം ഇപ്പൊ
മേഖലയിൽ ഭയങ്കരമായ റിസർച്ചും ഡെവലപ്മെന്റും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻവിഡിയ, സ്നാപ്ചാറ്റ് പോലുള്ള കമ്പനീസ്, സ്നാപ്ചാറ്റ് വെർച്വൽ ഇതുമായിട്ട് വരുന്നുണ്ട്. നമ്മളത് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രത്യേക ടൂളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ, ഒരു ടൂളിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ, യൂട്യൂബ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കൂടുതൽ പേര് ChatGPT-നെ കുറിച്ചിട്ടാണ് വീഡിയോസ് കൂടുതൽ പറഞ്ഞേക്കുന്നത്. അത് ഇനിയുള്ള വീഡിയോസിൽ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും.